തിരുവനന്തപുരം PSC ആസ്ഥാനത്ത് പോലീസ് പൊളിച്ചുമാറ്റിയ സമരപന്തൽ തിരിച്ചുകെട്ടി യുവമോർച്ച. രാപ്പകൽ സമരത്തിനായി ഉയർത്തിയ യുവമോർച്ചയുടെ സമരപന്തലാണ് പോലീസ് പൊളിച്ചുമാറ്റിയത്. PSC ചെയർമാന്റെ ആവശ്യപ്രകാരമായിരുന്നു നടപടി. ദിലീപ് കുറ്റിച്ചലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ടതാണ് ഇതിനെതിരെ കൃത്യമായ നടപടിയെടുക്കും, പോലീസ് കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ തിരിച്ചു കെട്ടിയ ശേഷം സമരം പുനരാരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. ആര്യശ്രീ, അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് PSC ആസ്ഥാനത്തുള്ള ഈ രാപ്പകൽ സമരപന്തലിന് മുന്നിലാണ്. എന്തായാലും ഇതുവരെയും സമരം ആരംഭിച്ചിട്ടില്ല. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, അതായത് ഈ സമരപന്തൽ പോലീസ് പൊളിച്ചതുകൊണ്ട് അതിൻ്റെ മറ്റു നടപടികൾ, അതായത് ഈ കെട്ടുന്നതിന് വേണ്ടിയുള്ള ക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആരോപണമെന്ന് പോലീസ് ഉന്നയിച്ചത്, അതായത് അനുമതി ലഭിച്ചില്ല എന്നടക്കമുള്ള കാര്യമാണ് പോലീസ് ആദ്യം മുതൽക്കേ മുന്നോട്ട് വെച്ച കാര്യമെന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഈ കമ്മീഷണർക്ക് മുൻപാകെ ഇത്തരത്തിൽ യുവമോർച്ച അനുമതി ആവശ്യപ്പെട്ടുവെങ്കിലും പക്ഷേ അനുമതി നൽകിയിരുന്നില്ല എന്നാണ് അവരുടെ ആവശ്യം. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ PSC ചെയർമാനായ MR ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിൽ ഈ സമരപന്തൽ പൊളിച്ചു മാറ്റിയത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഒട്ടനവധി സമരവുമായി UDF-ഉം ഇടതുപക്ഷവും വലതുപക്ഷവും വരുന്ന സമയത്ത് ഇത്തരത്തിൽ യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്കിപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ മനുപ്രസാദ് തന്നെ നമ്മളിപ്പം ചേരുകയാണ്. ഈ പോലീസ് നടപടി, പ്രത്യേകിച്ച് PSC ചെയർമാനായ MR ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിൽ ഈ സമരപന്തൽ പൊളിച്ചു മാറ്റിയത്. ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ഒരു കാര്യം ഞങ്ങൾ ബൈജുവിനോട് പറയാം. അയാൾ PSCയുടെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും പാർട്ടിയുടെ സീറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അയാളുടെ ഭീഷണി കണ്ടൊന്നും തിരിച്ചു പോകാൻ പറ്റുന്ന സംഘടനയല്ല യുവമോർച്ച. ഇനി പോലീസുകാരോട് ഞങ്ങളൊരു കാര്യം പറയാം, അവർ കേസെടുക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സമരം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഈ സമര രംഗത്തുള്ളതാണ്. ന്യായമായ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ആവശ്യത്തിന് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല യുവമോർച്ചയും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും. ഞങ്ങൾ ഈ സമരപന്തൽ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയാൽ ഞങ്ങൾ കെട്ടും, സമരം നടത്തും. ഞങ്ങൾ ഈ രാപ്പകൽ സമരം പൂർത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തോളൂ ഞങ്ങൾ അവരോട് പറഞ്ഞു. ബൈജുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു സമരം കണ്ട് ഇവിടെ നിന്ന് അഴിച്ചു മാറ്റി നിങ്ങൾ ബൈജു ഇറങ്ങി വന്നു എന്നാണ് പറയണേ. ഞങ്ങളുള്ളപ്പോൾ വിളിക്കുകയാണ്, ഒന്ന് ഇറങ്ങി വന്ന് പറ, ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെ പറ്റിച്ച് അവരെ തെരുവിൽ അലയാൻ വിട്ട് അഴിമതി മൊത്തം കാട്ടിയിട്ട് വീണ്ടും ഇവിടെ കിടന്ന് തുള്ളിച്ചാടാനുള്ള പരിശ്രമമാണ്. ബൈജുവിനെ ഉൾപ്പെടെ ഇവിടെ നിന്ന് പുറത്താക്കി ഇതിനൊരു ശുദ്ധീകരണം നടത്തിയിട്ടേ യുവമോർച്ചയുടെ ഈ സമരവും സമരപന്തലും അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം കെട്ടും, ഞങ്ങളിവിടെ സമരം നടത്തും. ഇവിടെ നിന്ന് എത്ര കേസെടുത്താലും അവരെടുത്തോട്ടെ, ഞങ്ങൾ മുന്നോട്ട് വന്നതിന് തീരുമാനിച്ചു. ആര്യശ്രീ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, PSC ചെയർമാൻ MR ബൈജു ഇവിടെ എത്തി, അതായത് സമരപന്തലിലെത്തി പോലീസിനോട് ആക്രോശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരപന്തൽ പൊളിച്ചു മാറ്റണമെന്ന് ആക്രോശിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമരപന്തൽ പൊളിച്ചു മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം ഏകാധിപത്യ ഒരു നടപടിയാണ് PSC ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, വളരെ സമാധാനപരമായിട്ട് ഇത്തരത്തിൽ യുവമോർച്ച ഇവിടെ സമരം സംഘടിപ്പിച്ചത് പോലും അത് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലാണ് സമരപന്തൽ ഒരുക്കിയതും അതോടൊപ്പം തന്നെ സമരം നടത്തിയതും. വളരെ സമാധാനപരമായിട്ടുള്ള സമരപന്തലാണ് പോലീസ് ഇത്തരത്തിൽ പൊളിച്ചു മാറ്റിയത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ മാറ്റിയ, അതായത് ഷീറ്റുകളും അതോടൊപ്പം തന്നെ മറ്റു ഈ സമരപന്തൽ മറ്റു ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്ത് തന്നെ ഈ ഷീറ്റ് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് തന്നെയാണ് യുവമോർച്ച വ്യക്തമാക്കുന്നതും. യുവമോർച്ചയുടെ ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് PSC ചെയർമാനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുവരെയും MR ബൈജുവിനെതിരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അയാളുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം യുവമോർച്ച ഉന്നയിക്കുന്നത്, ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും നിയമനം വൈകുന്നു എന്നടക്കമുള്ള കാര്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതോടെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ PSC ചെയർമാനും അതോടെ തന്നെ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 21 പേരാണ്. UPSC-യിൽ പോലും ഇത്തരത്തിൽ തിരുവനന്തപുരം PSC ആസ്ഥാനത്ത് പോലീസ് പൊളിച്ചുമാറ്റിയ സമരപന്തൽ തിരിച്ചുകെട്ടി യുവമോർച്ച. രാപ്പകൽ സമരത്തിനായി ഉയർത്തിയ യുവമോർച്ചയുടെ സമരപന്തലാണ് പോലീസ് പൊളിച്ചുമാറ്റിയിരുന്നത്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൻ.